ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ബിസിനസ്സിലെ ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ബാരിയേഴ്സ് ടു ട്രേഡ്. ബാരിയേഴ്സ് ടു ട്രേഡ് ആർ ദ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ്ഡ് ബൈ ഗവൺമെൻറ് ഓൺ ദ ഫ്രീ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. These are the measures that government or public authorities introduce to make imported goods or services less competitive than locally produced goods. ബാരിയേഴ്സ് ടു ട്രേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ മെഷേഴ്സ് ഇമ്പോസ്ഡ് ബൈ ഗവൺമെൻറ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ചില മെഷേഴ്സ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് ആണ് ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ്. നമ്മുടെ കൺട്രിയിലേക്ക് വരുന്ന ഗുഡ്സിന്, അതായത് ഇൻ്റർനാഷണൽ പ്രൊഡക്ട്സിൻ്റെ മേലെ ചില മെഷേഴ്സ് അല്ലെങ്കിൽ ചില റെസ്ട്രിക്ഷൻസ് വെക്കുന്നതാണ്. അത് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. ട്രേഡ് ബാരിയേഴ്സ് ആർ റെസ്ട്രിക്ഷൻസ് ഓൺ ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെയും എക്സ്പോർട്ട് ചെയ്യുന്നതിൻ്റെയും മേലെ വെക്കുന്ന റെസ്ട്രിക്ഷൻസ് ആണ് ബാരിയേഴ്സ് ടു ട്രേഡ്. ബാരിയേഴ്സ് ടു ട്രേഡ് രണ്ട് ടൈപ്പാണുള്ളത്, താരിഫ് ബാരിയേഴ്സും നോൺ താരിഫ് ബാരിയേഴ്സും. താരിഫ് ബാരിയേഴ്സ് ആർ ഒഫീഷ്യൽ കൺസ്ട്രെയിൻസ് ഓൺ ദി ഇമ്പോർട്ട് ഓഫ് സർട്ടൻ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ മേലെയുള്ള ഒഫീഷ്യലായിട്ടുള്ള റെസ്ട്രിക്ഷൻസിനെയാണ് നമ്മൾ താരിഫ് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. താരിഫ് ബാരിയേഴ്സ് പ്രൈസിനെയാണ് എഫക്റ്റ് ചെയ്തത്. അതായത് ഇമ്പോർട്ടഡ് ഗുഡ്സിന് നമ്മൾ താരിഫ് ബാരിയേഴ്സ് ഇമ്പോസ് ചെയ്താൽ പ്രൈസിനാണ് ചേഞ്ചസ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് പറയുന്നത് നോൺ താരിഫ് ബാരിയേഴ്സ് ആണ്. ദീസ് ആർ ദ ഇൻഡയറക്റ്റ് മെഷേഴ്സ് ദാറ്റ് ഡിസ്ക്രിമിനേറ്റ് ദി ഫോറിൻ ഗുഡ്സ് ഇൻ ദ ഡൊമസ്റ്റിക് മാർക്കറ്റ്. ഇൻഡയറക്റ്റ്ലി ഇമ്പോസ് ചെയ്യുന്ന ചില ബാരിയേഴ്സ് ആണ് നോൺ താരിഫ് ബാരിയേഴ്സ്. നോൺ താരിഫ് ബാരിയേഴ്സ് മേ എഫക്റ്റ് ഐദർ പ്രൈസ് ഓർ ക്വാണ്ടിറ്റി ഡയറക്റ്റ്ലി. താരിഫ് ബാരിയേഴ്സ് പ്രൈസിനെ മാത്രമാണ് എഫക്റ്റ് ചെയ്യുന്നത്, പക്ഷേ നോൺ താരിഫ് ബാരിയേഴ്സ് ക്വാണ്ടിറ്റിയെയും അതുപോലെ പ്രൈസിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് താരിഫ് ബാരിയേഴ്സിൻ്റെ ടൈപ്സ് ആണ്. 9 ടൈപ്സ് ആണുള്ളത്. സ്പെസിഫിക് താരിഫ്, അഡ്വലോറം താരിഫ്, കോമ്പൗണ്ട് താരിഫ്, ഡിസ്ക്രിമിനേറ്ററി താരിഫ്, റവന്യൂ താരിഫ്, പ്രൊട്ടക്റ്റീവ് താരിഫ്, റീറ്റെയിലേറ്ററി താരിഫ്, ട്രാൻസിറ്റ് താരിഫ്, പെറിൽ പോയിൻറ്റ് താരിഫ്. നമുക്ക് ഇത്രയും പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ആണ് സ്പെസിഫിക് താരിഫ്. ദിസ് ഈസ് ദ ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി പെർ ഫിസിക്കൽ യൂണിറ്റ് അക്കോർഡിംഗ് ടു ദ വെയ്റ്റ് മെഷർമെൻറ്റ് ഓഫ് ദ കമ്മോഡിറ്റി ഇമ്പോർട്ടഡ്. സ്പെസിഫിക് താരിഫ് നമ്മൾ എങ്ങനെയാണ് ഇമ്പോർട്ടഡ് ഗുഡ്സിൻ്റെ മേലെ ഇമ്പോസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പെർ യൂണിറ്റ്, അത് എത്ര സാധനമാണോ നമ്മുടെ കൺട്രിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് അത്രയും, അതായത് അതിൻ്റെ വെയ്റ്റ് മെഷർ അനുസരിച്ചിട്ടാണ് ഒരു ഫിക്സഡ് എമൗണ്ട് അതിന് ഇമ്പോസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ലീവ്ഡ് ആസ് എ ഫിക്സഡ് ചാർജ് ഫോർ യൂണിറ്റ് ഓഫ് ദി പ്രൊഡക്റ്റ് ഇമ്പോർട്ടഡ്. ഇത്ര ഒരു ഫിക്സഡ് ചാർജ് ഉണ്ടാവും പെർ യൂണിറ്റ്, എത്ര പ്രൊഡക്ട്സ് ആണോ ഇമ്പോർട്ട് ചെയ്യുന്നത് അത്രയും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2000 ഓൺ ഈച്ച് ടി വി ഇമ്പോർട്ടഡ്. 2000 റുപ്പീസാണ് താരിഫ് ഒരു ടി വി ഇമ്പോർട്ട് ചെയ്താൽ. സ്പെസിഫിക് താരിഫ് ക്യാൻ ബി ലീവ്ഡ് ഓൺ ഗുഡ്സ് ലൈക്ക് വീറ്റ്, ഷുഗർ, റൈസ് ഓർ ക്ലോത്ത്. അതായത് നമുക്ക് വീറ്റ്, ഷുഗർ, റൈസ്, ക്ലോത്ത് ഇതൊക്കെ നമുക്ക് ക്വാണ്ടിറ്റിയിൽ നമുക്ക് വെയിറ്റ് മെഷർ ചെയ്യാൻ പറ്റും. പക്ഷെ ചില ഐറ്റംസ് ഉണ്ട് നമുക്ക് വെയിറ്റ് മെഷർ ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ വാല്യൂവിൻ്റെ ബേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് താരിഫ് കൊടുക്കുന്നത്. അതിൻ്റെ ആ ഒരു ടൈപ്പ് താരിഫാണ് അഡ്വലോറം താരിഫ്. അഡ്വലോറം മീൻസ്, അഡ്വലോറം ഒരു ലാറ്റിൻ വേർഡാണ്. അത് അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ അക്കോർഡിംഗ് ടു ദി വാല്യൂ ആണ്. അതായത് ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് വെച്ചിട്ടായിരിക്കും ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സിൻ്റെ മേലെ ഈ അഡ്വലോറം താരിഫ് ഇമ്പോസ് ചെയ്യുന്നത്. അഡ്വലോറം താരിഫ് ഗോൾഡ്, ജ്വല്ലറി, ആർട്ട് പീസസ്, പ്രഷ്യസ് സ്റ്റോൺസ് ഇതൊക്കെ നമുക്ക് വാല്യൂവിൻ്റെ ബേസിലേ കാണാൻ പറ്റൂ. അപ്പോൾ അതിന് ഇങ്ങനെയുള്ള ഐറ്റംസിനെല്ലാം അഡ്വലോറം താരിഫാണ് കൊടുക്കുന്നത്, ഫിക്സഡ് പെർസെൻറ്റേജ്. സ്പെസിഫിക് താരിഫ് ഒരു ഫിക്സഡ് ചാർജാണ്, പക്ഷേ അഡ്വലോറം താരിഫ് ഒരു ഫിക്സഡ് പെർസെൻറ്റേജിലാണ് നമ്മൾ ഇമ്പോസ് ചെയ്യുന്നത് ഇമ്പോർട്ട് ചെയ്ത പ്രൊഡക്ട്സിൻ്റെ മേലെ. തേർഡ് ടൈപ്പാണ് കോമ്പൗണ്ട് താരിഫ്. ദിസ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സ്പെസിഫിക് താരിഫ് ആൻഡ് അഡ്വലോറം താരിഫ്. നമ്മൾ സ്പെസിഫിക് താരിഫും അഡ്വലോറം താരിഫും ഡിസ്കസ് ചെയ്തു. സ്പെസിഫിക് താരിഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റീൻ്റെ ബേസിൽ ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യാം, താരിഫ് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യുക. അഡ്വലോറം താരിഫ് മീൻസ് എന്തായിരുന്നു, അതിൻ്റെ വാല്യൂവിൻ്റെ, കമ്മോഡിറ്റീൻ്റെ വാല്യൂവിൻ്റെ ബേസിൽ നമ്മൾ ആ ഇമ്പോർട്ട് ഡ്യൂട്ടി താരിഫ് ഇമ്പോസ് ചെയ്യുന്നത്. കോമ്പൗണ്ട് താരിഫ് എന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷനാണ്. When a commodity is subject to both specific and ad valorem duties, it is known as compound duty
ഓർ താരിഫ്. കോമ്പൗണ്ട് താരിഫ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ഡ്യൂട്ടി എന്ന് പറയുന്നാൽ സ്പെസിഫിക് താരിഫും അഡ്വലോറം താരിഫിൻ്റെയും കോമ്പിനേഷനാണ്. നെക്സ്റ്റ് വണ്ണാണ് ഡിസ്ക്രിമിനേറ്ററി താരിഫ്. വെൻ ഡിഫറെൻറ്റ് റേറ്റ്സ് ആർ ലീവ്ഡ് ഓൺ എ പ്രോഡക്റ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ കൺട്രി ഓഫ് ഇറ്റ്സ് ഒറിജിൻ ഇറ്റ് ഈസ് കോൾഡ് ഡിസ്ക്രിമിനേറ്ററി താരിഫ്. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന കൺട്രി പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഗുഡ്സിന് ഹയർ റേറ്റ് കൊടുക്കുന്നു, അതുപോലെ ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്ന ഗുഡ്സിന് ലോവർ റേറ്റ് ഓഫ് ടാക്സ് ആണെങ്കിൽ അങ്ങനെയുള്ള താരിഫ് ബേസിനെയാണ് നമ്മൾ ഡിസ്ക്രിമിനേറ്ററി താരിഫ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് റവന്യൂ താരിഫ്. സംടൈംസ് താരിഫ്സ് ആർ ഇമ്പോസ്ഡ് ബൈ ഗവൺമെൻറ് ഫോർ റവന്യൂ പർപ്പസ്. ഗവൺമെൻറ് താരിഫ് ഇമ്പോസ് ചെയ്യുന്നത് ചില റവന്യൂ പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ അതിനെയാണ് റവന്യൂ താരിഫ് എന്ന് പറയുന്നത്. Thus, revenue tariff is a tariff imposed primarily for generating more revenue for the government. ഗവൺമെൻറ്റിന് റവന്യൂവിന് വേണ്ടിയിട്ട് ഇമ്പോസ് ചെയ്യുന്ന താരിഫാണ് റവന്യൂ താരിഫ്. നെക്സ്റ്റ് വണ്ണാണ് പ്രൊട്ടക്റ്റീവ് താരിഫ്. ദ താരിഫ് മേ ബി ഇമ്പോസ്ഡ് ബൈ ദ ഗവൺമെൻറ് ടു പ്രൊട്ടക്ട് ദ ഹോം ഇൻഡസ്ട്രീസ് ഫ്രം കോമ്പറ്റീഷൻ ഫ്രം ഫോറിൻ കൺട്രി. ഗവൺമെൻറ് നമ്മുടെ ഹോം ഇൻഡസ്ട്രീസ്, അതായത് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താരിഫ് ഇമ്പോസ് ചെയ്യുന്നതാണ് പ്രൊട്ടക്റ്റീവ് താരിഫ്. നെക്സ്റ്റ് റീറ്റെയിലേറ്ററി താരിഫ്. സംടൈം താരിഫ്സ് ആർ ഇമ്പോസ്ഡ് ഇൻ റീറ്റെയിലേഷൻ. റീറ്റെയിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതികാരം എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ട്രേഡ് സ്റ്റാൻഡ്സ് ഫോർ മ്യൂച്വൽ ബെനിഫിറ്റ് ഓഫ് ബോത്ത് പാർട്ട്നേഴ്സ്. ബട്ട് സപ്പോസ് ഇന്ത്യ ഇമ്പോസസ് taxes on goods from Australia and Australia retaliates by imposing tax on Indian products. അതായത് ഇന്ത്യ ഓസ്ട്രേലിയൻ പ്രൊഡക്ട്സിന് ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പം അതേപോലെ തന്നെ ഓസ്ട്രേലിയ ഇന്ത്യൻ പ്രൊഡക്ട്സിൻ്റെ മേലെ ടാക്സ് ചെയ്യുന്നു. അതാണ് റീറ്റെയിലേറ്ററി താരിഫ്. അതായത് റീറ്റെയിലേറ്റിൻ്റെ ബേസിൽ നമ്മൾ താരിഫ് ഇമ്പോസ് ചെയ്യുന്നു. നെക്സ്റ്റ് ട്രാൻസിറ്റ് താരിഫ്. ഇഫ് താരിഫ്സ് ഈസ് കളക്റ്റഡ് ബൈ കൺട്രി ത്രൂ വിച്ച് ഗുഡ്സ് ഹാവ് പാസ്ഡ് ഇറ്റ് ഈസ് കോൾഡ് ട്രാൻസിറ്റ് താരിഫ്. ഗുഡ്സ് പാസ് ചെയ്യുന്ന സമയത്തുള്ള താരിഫാണ് ട്രാൻസിറ്റ് താരിഫ്. ഇനി പെറിൽ പോയിൻറ്റ് താരിഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ലീവ്ഡ് ഇൻ ഓർഡർ ടു സേവ് ദ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി ദാറ്റ് ഹാസ് ഡിറ്റീരിയോറേറ്റഡ് ടു ദി പോയിൻറ്റ് വേർ ഇറ്റ്സ് എക്സിസ്റ്റൻസ് ഇസ് ഇൻ പെറിൽ. അതായത് പെറിൽ പോയിന്റ് എന്ന് വെച്ചാൽ റിസ്കി ആയിട്ടുള്ള സിറ്റുവേഷൻ. അതായത് ഇപ്പോൾ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി അത്രയും റിസ്കി ആയിട്ടുള്ള, അതായത് അതിൻ്റെ എക്സിസ്റ്റൻസ് ഇല്ലാതെ പോകുന്ന ഒരവസ്ഥ വരുമ്പം ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്ന താരിഫാണ് പെറിൽ പോയിൻറ്റ് താരിഫ് ഓൺ ഫോറിൻ പ്രൊഡക്ട്സ്. നെക്സ്റ്റ് പറയുന്നത് നോൺ താരിഫ് ബാരിയേഴ്സ് ആണ്. നോൺ താരിഫ് ബാരിയേഴ്സിൽ ഫസ്റ്റ് വൺ വരുന്നത് സബ്സിഡീസ് ആണ്. ഇൻ ഓർഡർ ടു എൻകറേജ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഓർ ടു പ്രൊട്ടക്ട് ദി ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ് ഫ്രം ഫോറിൻ കോമ്പറ്റീറ്റേഴ്സ് ഗവൺമെൻറ് മേക്സ് എ ഫിനാൻഷ്യൽ കോൺട്രിബ്യൂഷൻ ടു എ ഡൊമസ്റ്റിക് പ്രൊഡ്യൂസർ. അതായത് നമ്മൾ ഇൻ്റർനാഷണൽ ബിസിനസ് ഫീൽഡിൽ നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിക്ക് പിടിച്ച് നിൽക്കണമെങ്കിൽ കുറേ ഫിനാൻസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് നമ്മുടെ ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിന് കൊടുക്കുന്ന ഫിനാൻഷ്യൽ കോൺട്രിബ്യൂഷനെയാണ് സബ്സിഡി എന്ന് പറയുന്നത്. സബ്സിഡി ഈസ് എൻ എക്കണോമിക് ബെനിഫിറ്റ് ഗ്രാൻറ്റഡ് ബൈ ഗവൺമെൻറ് ടു പ്രൊഡ്യൂസേഴ്സ് ഇൻ ഓർഡർ ടു സ്ട്രെങ്തൻ ദെയർ കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത്. അവരുടെ നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിൻ്റെ കോമ്പറ്റേറ്റീവ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിന് ഗവൺമെൻറ് ഗ്രാൻഡ് ചെയ്യുന്ന എക്കണോമിക് ബെനിഫിറ്റാണ് സബ്സിഡീസ്. സബ്സിഡീസ് ക്യാൻ ടേക്ക് മെനി ഫോംസ്. സബ്സിഡി മെനി ഫോംസിൽ ഗവൺമെൻറ് ഗ്രാൻഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഡയറക്റ്റ് ക്യാഷ് ഇൻസെൻറ്റീവ്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് റിബേറ്റ് ഓൺ ടാക്സ്, പിന്നെ കോസ്റ്റ് സബ്സിഡീസ് സപ്ലൈസ് ഫോർ റോ മെറ്റീരിയൽസ്, ഇൻകം ടാക്സ് എക്സംഷൻസ്, ഫിനാൻസിങ് അറ്റ് സബ്സ്റ്റാൻഷ്യലി ലോ ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ ഫിനാൻസിങ് കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ് ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിന്. നെക്സ്റ്റ് വണ്ണാണ് എയ്ഡ്സ് ആൻഡ് ലോൺസ്. ഗവൺമെൻറ് എയ്ഡ്സും ലോൺസൊക്കെ അതർ കൺട്രീസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ അതർ ഡയറക്റ്റ് പ്രൈസ് ഇൻഫ്ലുവൻസസ് മീൻസ് സ്പെഷ്യൽ ഫീസ്, അതുപോലെ റിക്വയർമെൻറ്റ്സ് ദാറ്റ് കസ്റ്റം ഡെപ്പോസിറ്റ് ബി പ്ലേസ്ഡ് ഇൻ അഡ്വാൻസ് ഓഫ് ഷിപ്മെൻറ്റ്, മിനിമം പ്രൈസ് ലെവൽസ്, കസ്റ്റം ക്ലിയറൻസസിൻ്റെ കാര്യങ്ങളെല്ലാം അതർ ഡയറക്റ്റ് പ്രൈസ് ഇൻഫ്ലുവൻസിൽ വരുന്നതാണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് നോൺ താരിഫ് ബാരിയേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്രൈസ് ആയിരുന്നു. അതിൽ വരുന്നതാണ് സബ്സിഡീസും എയ്ഡ്സ് ആൻഡ് ലോൺസും അതർ ഡയറക്റ്റ് പ്രൈസ് ഇൻഫ്ലുവൻസസും. നെക്സ്റ്റ് നോൺ താരിഫ് ബാരിയേഴ്സ് ഇൻഫ്ലുവൻസിങ് ക്വാണ്ടിറ്റി ആണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ക്വാട്ടാസ്. Quota is the most common type of quantitative import or export restriction. Most common ആയിട്ടുള്ള restriction ആണ് quota. Quota is the physical limit on quantity of goods that can be imported into a country in a given year. ഒരു given ഇയറിൽ നമ്മുടെ കൺട്രിയിലേക്ക് ഇത്ര ഗുഡ്സ് മാത്രമേ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഫിസിക്കൽ ലിമിറ്റ് വെക്കും. അതിനാണ് ക്വാട്ട എന്ന് പറയുന്നത്.
Import quota may be fixed either in terms of quantity or the value of product. Import quota എന്ന് പറയുന്നത് ക്വാണ്ടിറ്റീൻ്റെ ബേസിൽ ആയിരിക്കും ഫിക്സ് ചെയ്യുക, അല്ലെങ്കിൽ വാല്യൂവിൻ്റെ ബേസിലാണ് ഫിക്സ് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്വാട്ട ആണ്. എല്ലാത്തിൻ്റെയും ഒബ്ജക്റ്റീവ്സിൽ വരുന്നതാണ് ടു പ്രൊട്ടക്ട് ദ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി ഫ്രം ഫോറിൻ കോമ്പറ്റീറ്റേഴ്സ്. പിന്നെ ഉള്ളത് ടു മേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ അഡ്വേഴ്സ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ്, ടു കൺസേർവ് സ്കാസ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഓഫ് ദി കൺട്രി, ടു എൻഷ്യൂർ സ്റ്റെബിലൈസേഷൻ, ടു ഇംപ്രൂവ് ഇൻ്റർനാഷണൽ ബാർഗെയിനിങ്. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്വാട്ടാസ്. നെക്സ്റ്റ് വൺ പറയുന്നത് വോളണ്ടറി എക്സ്പോർട്ട് റെസ്ട്രെയിൻറ്റ് ആണ്. It is the restriction set by the government on the quantity of goods that can be exported out of the country during a specified period of time. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു certain quantity restriction വെക്കുന്നതാണ് വോളണ്ടറി എക്സ്പോർട്ട് റെസ്ട്രെയിൻറ്റ്. നെക്സ്റ്റ് വൺ ആണ് അഡ്മിനിസ്ട്രേറ്റീവ് പോളിസീസ്. ദീസ് ആർ ബ്യൂറോക്രാറ്റിക് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് വിച്ച് ആർ ഫോർമുലേറ്റഡ് ടു മേക്ക് ഇറ്റ് ഡിഫിക്കൾട്ട് ഫോർ ഇമ്പോർട്ട്സ് ടു എൻ്റർ ഇൻ ടു ദ കൺട്രി. ഇതും ഒരു പോളിസിയാണ് ഇൻ ഓർഡർ ടു മേക്ക് ഇറ്റ് ഡിഫിക്കൾട്ട് ഫോർ ഇമ്പോർട്ട്സ് ടു എൻ്റർ ഇൻ ടു ദ കൺട്രി. കൺട്രിയിലേക്ക് ഇമ്പോർട്ടഡ് ഗുഡ്സ് വരുന്നതിൽ നിന്നും കുറച്ച് റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ റൂൾസും പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ വെക്കുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് പോളിസി. നെക്സ്റ്റ് വൺ ആണ് ഇമ്പോർട്ട് ലൈസൻസ്. അണ്ടർ ദ സിസ്റ്റം ഇമ്പോർട്ടേഴ്സ് ആർ റിക്വയർഡ് ടു ഒബ്റ്റെയിൻ ലൈസൻസ് ഫ്രം പ്രോപ്പർ അതോറിറ്റീസ് ഫോർ ഇമ്പോർട്ടിംഗ് എനി ക്വാണ്ടിറ്റി വിത്തിൻ ദ സ്പെസിഫൈഡ് ക്വാട്ടാസ്. അതായത് ഇമ്പോർട്ടേഴ്സിന് ഒരു ലൈസൻസ് അവർ എടുക്കണം, എന്നാൽ മാത്രമേ അവർക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ദ ഗവൺമെൻറ് ഗെറ്റ്സ് ക്ലോസ് കൺട്രോൾ ഓൺ ഇമ്പോർട്ട്സ്, ഹവെവർ ഇറ്റ് സംടൈംസ് ലീഡ് ടു കറപ്ഷൻ. നെക്സ്റ്റ് വൺ ആണ് ഡംപിങ്. ഡംപിങ് മീൻസ് സെല്ലിങ് എ പ്രൊഡക്റ്റ് ഇൻ എ ഫോറിൻ മാർക്കറ്റ് അറ്റ് എ പ്രൈസ് ലോവർ ദാൻ ദി ഡൊമസ്റ്റിക് പ്രൈസ്. ഡൊമസ്റ്റിക് പ്രൈസിനേക്കാളും കുറഞ്ഞിട്ട് ഫോറിൻ മാർക്കറ്റിൽ നമ്മൾ പ്രൊഡക്ട്സ് സെല് ചെയ്യുന്നതിനാണ് ഡംപിങ് എന്ന് പറയുന്നത്. ഡംപിങ് ഈസ് ദി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ ടു മാർക്കറ്റ്സ്. അത് ടു മാർക്കറ്റ്സിൻ്റെ ഇടയിലാണ്. അത് ഹോം മാർക്കറ്റ് ആവാം, ഫോറിൻ മാർക്കറ്റ് ആവാം, അല്ലെങ്കിൽ ബിറ്റ്വീൻ ടു ഫോറിൻ മാർക്കറ്റ്സ് ആവാം, അല്ലെങ്കിൽ ബിറ്റ്വീൻ ടു ഹോം മാർക്കറ്റും ആവാം.